ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പഴുത്ത വരിക്കച്ചക്ക ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ചക്ക ഇവിടെ നെയ്യിൽ കിടന്നിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് 1/4 കപ്പ് ചവ്വരി കുതിർത്തെടുത്തതാണ്. 10 മിനിറ്റ് നേരം കുതിർത്തെടുത്തതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർക്കാനായിട്ട് വെച്ചത്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഈ നെയ്യിലിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ചവ്വരി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചവ്വരി ഈ പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരി ഇവിടെ നന്നായിട്ട് പാലിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. വളരെ കുറച്ച് മാത്രം മതി. ഇനി ഒരു ബൗളിൽ 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കൈ വിടാതെ നോർമൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്ന് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് അല്പം ഒന്ന് നെയ്യ് തൂവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് നിറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ചൗവരി പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും രുചികരമായിട്ടുള്ള സാഗോ കസ്റ്റാർഡ് ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.